ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ എല്ലാരും നോമ്പൊക്കെ തന്നില്ലേ? ഇന്ന് നമ്മളെ ഒന്നാമത്തെ നോമ്പാണല്ലോ അല്ലേ? അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഭയങ്കര ക്ഷീണുണ്ട്. കടക്കാൻ കട്ടിലൊക്കെ കടന്നു പോകും, അങ്ങനത്തെ ക്ഷീണുണ്ട്. അങ്ങനെ ഞാൻ യുദ്ധത്തിന് ഇറങ്ങിക്കണം. നമ്മുടെ അടുക്കളയ്ക്ക് നമ്മളെ യുദ്ധത്തിന് ഇറങ്ങിക്കണം. സമൂസക്കുള്ള ഉള്ളിയും മറ്റേ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണം. പത്തിരിയൊക്കെ ഞാൻ രാവിലെ സുബൈക്ക് പോണിന്റെ മുന്നത്തിന് ഞാൻ പരത്തി വെച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്ട് അങ്ങനെ പോയതായിരുന്നു. പിന്നെ അങ്ങനെ ആശി വന്നിട്ട് ഞാൻ ആശിക്ക് ഒരു പണി കൊടുത്തു. പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ആശിനോട് പത്തിരി ചൂടാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അങ്ങനെ സമൂസക്കുള്ള ഉള്ളി വാട്ടാൻ വേണ്ടി വെച്ചു. ആശി പറയണത് എന്താണെന്ന് അറിയോ? എന്ത് വിധി ഇത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ചിക്കൻ കറി ഒരടുപ്പത്ത് ചിക്കൻ കറി അവിടെ ശരി തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സമൂസന്റെ ഉള്ളി അവിടെ അപ്പുറത്ത് അടുക്കളയിലും വെച്ചിട്ടുണ്ട്. സച്ചുവിന്റെ ഒരു പണി എടുത്തു. നമുക്ക് വത്തക്ക ഫ്രൂട്ട്സ് ഐറ്റംസ് സച്ച് ചെത്തിണ്ടാക്കി. അങ്ങനെ ഇതാ സമൂസന്റെ മസാല ഒക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് സമൂസിന്റെ മസാലയ്ക്ക് ചിക്കനൊക്കെ ഇട്ട് മറ്റേ നമ്മളെ വേപ്പിന്റെ ഇല മല്ലിച്ചപ്പൊക്കെ ഇട്ട് റെഡിയാക്കി. അങ്ങനെ ആ മസാല അവിടെ ചൂടാർട്ടെ വെച്ചാണ്ട് അവിടെ വെച്ചു. അപ്പൊ കറിക്കുള്ള തേങ്ങ അരക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആശയ നല്ല പാത്രം കഴുകില്ല. ആശയുടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കറിക്ക് തേങ്ങ അരച്ച് കറി അങ്ങനെ തിളച്ചു. പിന്നെ ഞാൻ നമ്മള് മസാല ചെറുതായിട്ട് ചൂടാറിക്കണം. ഞാൻ അതിന്റെ അടിയിൽ തേങ്ങ അരക്കണ കഴിഞ്ഞിട്ട് ജ്യൂസ് അടിക്കാനും ലൈം ഉണ്ടാക്കാനൊക്കെ പോയി. അങ്ങനെ മസാല ഒക്കെ ചൂടാറി സമൂസന്റെ ഓലൊക്കെ ചുറ്റി അങ്ങനെ സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ച് നമ്മളെ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ മക്കൾസൊക്കെ എല്ലാരും പാടെ ഓടിങ്ങാണ്ട് ഫ്രൂട്ട്സും സമൂസയും ഒക്കെ കൊടുന്ന് വെച്ച് അങ്ങനെ ഞങ്ങളെ ഫസ്റ്റത്തെ നോമ്പുതുറ ഇവിടെ തുടങ്ങി. ബാങ്ക് കൊടുത്തപ്പോ ഒരു മുക്കാലും കഴിക്കണം സാധനം കൊടുത്തേക്കാൻ വേണ്ടി. അങ്ങനെ നോമ്പുതുറ കഴിഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.